വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൊങ്കൽ ആഘോഷത്തെക്കുറിച്ചാണ്. ദക്ഷിണേന്ത്യയിൽ കൂടുതലായും തമിഴ്നാട്ടിലാണ് പൊങ്കൽ ആഘോഷിച്ചു വരുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെറിയ തോതിലും ഈ പൊങ്കൽ ആഘോഷിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള തമിഴ് ജനത പൊങ്കൽ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. പ്രധാനമായും 4 ദിവസങ്ങളിലായിട്ടാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. ആദ്യ ദിവസം തായ്പൊങ്കൽ, 2-ാം ദിവസം സൂര്യപൊങ്കൽ, 3-ാം ദിവസം മാട്ടുപൊങ്കൽ, 4-ാം ദിവസം കാളംപൊങ്കൽ എന്നിങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. മാർഗഴി മാസത്തിലെ അവസാന ദിവസമാണ് തായ്പൊങ്കൽ ആഘോഷിക്കുന്നത്. ഈ ദിവസം ആളുകൾ ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുകയും അതിനു ബദലായി പുതിയതെല്ലാം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം കൂട്ടിയിട്ട് ആളുകൾ ചേർന്ന് കൂട്ടമായി കത്തിക്കുന്നു. വീട് വൃത്തിയാക്കുകയും പെയിൻ്റടിക്കുകയും ശുദ്ധീകരിക്കുകയുമെല്ലാം ചെയ്ത ശേഷം അലങ്കാരങ്ങൾ നടത്തുന്നു. വരാനിരിക്കുന്ന വർഷത്തിൻ്റെ സമൃദ്ധമായ മഴ ലഭിക്കാൻ വേണ്ടിയുള്ള ദേവരാജൻ ഇന്ദ്രനോടുള്ള പ്രാർത്ഥനയാണ്. പാരമ്പര്യമനുസരിച്ച് ഈ ഉത്സവം ശീതകാല അറുതിയുടെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ സൂര്യദേവൻ്റെ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായണത്തിലേക്കുള്ള ആരംഭം കുറിക്കുന്ന ദിവസമാണ് മകരസംക്രാന്തി. ഭാരതത്തിലുടനീളം ജനുവരി 14-നോ അല്ലെങ്കിൽ 15-നോ മകരസംക്രാന്തി ആഘോഷിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്സവമാണ് പൊങ്കൽ. വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് പൊങ്കൽ പ്രധാനമായും ആഘോഷിക്കുന്നത്. നിലം ഉഴുതുമറിക്കാൻ സഹായിക്കുന്ന മാടുകളെ ആദരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാട്ടുപൊങ്കൽ ആഘോഷിക്കുന്നത്. കന്നുകാലികളെ കുളിപ്പിച്ച് അവയുടെ കൊമ്പുകൾ മിനുക്കി തിളങ്ങുന്ന നിറത്തിൽ ചായം പൂശി കഴുത്തിൽ പൂമാലകൾ ചാർത്തുകയും ഘോഷയാത്ര നടത്തുകയും ചെയ്യുമ്പോൾ കൃഷിയിൽ കന്നുകാലികൾ നടത്തുന്ന സേവനത്തിൻ്റെ മഹത്വത്തെ ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ ജല്ലിക്കെട്ട്, ഉറിയടി തുടങ്ങിയ ആഘോഷങ്ങളും ഉണ്ടാകും. കൂടാതെ കന്നുകാലികൾക്ക് പൊങ്കൽ, ശർക്കര, തേൻ, വാഴപ്പഴം, മറ്റു പഴവർഗ്ഗങ്ങൾ, മധുരപലഹാരങ്ങൾ നൽകുന്നു. വിളവെടുപ്പിന് സഹായിച്ചതിന് നന്ദി സൂചിപ്പിക്കലാണ് ഈ ചടങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്സവത്തിൻ്റെ 4-ാം ദിവസമായ കാളംപൊങ്കൽ ആ വർഷത്തിലെ പൊങ്കൽ ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്നു. കുടുംബാംഗങ്ങൾ പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ചെറുപ്പക്കാർ മുതിർന്നവരെ ആദരിക്കുന്നതിനും അനുഗ്രഹം തേടുന്നതിനും ഈ ദിവസം തിരഞ്ഞെടുക്കുന്നു. കുട്ടികൾക്ക് സമ്മാനം നൽകലും മറ്റുമായി ആഘോഷങ്ങൾ ഗംഭീരമായി നടത്തുന്നു. ഉത്സവത്തിൻ്റെ പ്രധാന വിഭവമായ പൊങ്കൽ പുതിയതായി വിളവെടുത്ത നെല്ലിൻ്റെ അരി ഉപയോഗിച്ചുകൊണ്ടാണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. ചേരുവകളായി പാല്, ശർക്കര, നെയ്യ്, തേങ്ങ, ഏലം, ഉണക്കമുന്തിരി, കശുവണ്ടി തുടങ്ങിയവ ഉപയോഗിക്കുന്നു. മൺപാത്രത്തിലാണ് പ്രധാനമായും പാചകം ചെയ്യുന്നത്. കലത്തെ മഞ്ഞൾ വേരുകൊണ്ട് കെട്ടുകയോ ഇലകൾ കൊണ്ടോ പൂക്കൾ കൊണ്ടോ ഉള്ള മാല ഇടുകയോ ചെയ്യുന്നു. സൂര്യപ്രകാശം തട്ടുന്ന പൂമുഖത്തോ മുറ്റത്തോ ആയിരിക്കും പ്രധാനമായും പൊങ്കൽ ഇടുന്നത്. പൊങ്കൽ തയ്യാറായി കഴിഞ്ഞാൽ ആദ്യം ദേവകൾക്ക് സമർപ്പിക്കുന്നു. പിന്നീട് പശുക്കൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകുന്നു. സൂര്യദേവനും പ്രകൃതിയുടെ ശക്തികൾക്കും കാർഷിക മൃഗങ്ങൾക്കും കൃഷിയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും നന്ദി പറയുക എന്നതാണ് പൊങ്കലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചോളരാജാവായ കുലോത്തുംഗ ഒന്നാമൻ്റെ വീരരാഘവ ക്ഷേത്രത്തിലെ ഒരു
ലിഖിതത്തിൽ ഉത്സവത്തെ പരാമർശിക്കുന്നു. വാർഷിക പൊങ്കൽ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിനായി ക്ഷേത്രത്തിന് ഭൂമി അനുവദിച്ചതിനെക്കുറിച്ച് വിവരിക്കുന്നു. വർണ്ണാഭമായ കോലം മുറ്റത്തൊരുക്കിയാണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. രുചികരമായ ഒരു വിഭവം കൂടിയാണ് പൊങ്കൽ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.